ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ പോസിറ്റീവ് റിപ്പോർട്ട് നേടിയ ബ്രഹ്മയുഗം എന്ന മമ്മൂക്ക ചിത്രത്തിന് ഇപ്പോൾ സമയം വൈകുന്നേരം 5:45 ബോക്സ് ഓഫീസിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബുക്ക് മൈ ഷോ ആപ്പിലൂടെ ഇന്ന് ഒരു 5:30 എടുത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് ഏരിയയുടേതാണ്. ഈ ഒരു ഭാഗത്ത് ഇന്നത്തെ എല്ലാ ഷോകളും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പച്ചയായ ഓറഞ്ചിൽ ഇപ്പോൾ ആഡ് ചെയ്ത സ്പെഷ്യൽ ഷോകൾ വരെ പെടുന്നുണ്ട്. പ്രേക്ഷകരുടെ അന്യായ തിരക്ക് കാരണം കാലിക്കറ്റ് കൈരളി തിയേറ്ററിൽ 9 മണിക്ക് ഷോ ഉണ്ട്. അതോടൊപ്പം തന്നെ ശ്രീയിലും 9 മണിക്ക് ഇപ്പോൾ ഷോ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓറഞ്ചായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാത്രി 11:45 കൈരളിയിൽ സ്പെഷ്യൽ ഷോ ഉണ്ട്. പല സ്ഥലത്തും പ്രേക്ഷകരുടെ മികച്ച പ്രതികരണം കാരണം ഷോകൾ ഇങ്ങനെ ആഡ് ചെയ്യാണ്. കാലിക്കറ്റ് കൈരളി തിയേറ്റർ ചെറിയ തിയേറ്ററല്ല, അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വലിയ തിയേറ്ററാണ്. അവിടെയൊക്കെയാണ് രാത്രി 11:45 ഷോ അഡീഷണലായി കളിപ്പിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നേടുന്ന ഏറ്റവും വലിയ വിജയത്തിലേക്ക് തന്നെയാണ് ബ്രഹ്മയുഗം ചെന്നെത്താൻ വേണ്ടി പോകുന്നത്. അത്തരത്തിലുള്ള മികച്ച ഒക്യുപ്പൻസിയിലാണ് ഓരോ ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകളും ആദ്യ ദിവസം കടന്നു പോകുന്നത്. വളരെ ധൈര്യത്തോടുകൂടെ സംവിധായകൻ എടുത്ത തീരുമാനമാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രമേ ചെയ്യുകയുള്ളൂ, അങ്ങനെ തന്നെ എത്തിക്കുകയുള്ളൂ. മമ്മൂക്കയും സംവിധായകനും കൂടെ എടുത്ത ഡിസിഷൻ 100% വിജയിക്കുന്നു എന്ന് വേണം പറയാൻ. അത്തരത്തിലുള്ള ഒരു റെസ്പോൺസ് തന്നെയാണ് പ്രേക്ഷകരിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 50 വർഷത്തോളമായി മലയാള സിനിമയിൽ മമ്മൂക്ക അഭിനയിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് മമ്മൂക്കക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ ത്രൂ ഔട്ട് വേഷം ചെയ്യാൻ സാധിച്ചത്. സിനിമ കണ്ടവർക്ക് എന്ത് തോന്നി? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾ ആസ്വാദനത്തെ അത് ബാധിച്ചോ അതോ മികവാക്കിയോ? ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.